ഓൾമോസ്റ്റ് 3000 ചില്ലാൻ രൂപ നമ്മൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു അശ്രദ്ധ കാരണം നമ്മൾ 3000 രൂപ വേസ്റ്റ് ആക്കി. പൊക്കി ആകാശനെ പൊക്കി ആകാശനെ ഒഫീഷ്യലി മലയാളികൾ നടത്തണം നല്ലൊരു കേരള പൊറോട്ടയും ബീഫൊക്കെ കഴിക്കണമെങ്കിൽ ഇതിലേലും വന്നാൽ മതി. നല്ല പൊറോട്ടയും ബീഫ് ആയിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പോവാണ്. അപ്പോൾ കൊച്ചി ടു മുംബൈ സീരീസ് പാർട്ട് 1 വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മുംബൈ എത്തുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ പിള്ളേർ ബുക്ക് ചെയ്ത ട്രെയിൻ ഉച്ചയ്ക്ക് 2:15 വിചാരിച്ചാണ് ബുക്ക് ചെയ്തത്. പക്ഷേ രാവിലെ 2:15 അപ്പോൾ ഇപ്പോൾ സമയം 11:15. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ട്രെയിൻ പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ അറിയണത് ആ ട്രെയിൻ 2:15 വെളുപ്പിനായിരുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള മീൻസ് 1 മണിക്കുള്ള ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം നമുക്ക് സ്റ്റേഷനിലെത്തണം. അതുകൊണ്ട് എല്ലാം ഹറിബറി ആയിരുന്നു. അപ്പോൾ പോണ വഴിക്ക് എനിക്കൊരു ഷോർട്സ് കൊണ്ട് എടുക്കണം. അപ്പോൾ വന്നിട്ട് നമുക്ക് നേരെ ഓഫ് ടു ആലുവ. 3 ദിവസം കഴിഞ്ഞിട്ട് വേണം. ഗായ്സ്, അപ്പോൾ നമ്മൾ ആലുവയിലെത്തി. നമ്മളാക്കിയിട്ട് പോവുകയാണ്. ഞാനിനി അകത്ത് കയറിയിട്ട് വരാം. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യമാണ് ഈ ലഗേജൊക്കെ തൂക്കി ബാഗും തൂക്കി ഈ സ്റ്റെപ്പൊക്കെ കയറി പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. നമുക്ക് തേർഡ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ എൻ്റെ ആലുവയിൽ 3rd പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. നമ്മുടെ കോച്ച് പൊസിഷൻ വന്നിട്ട് നമ്പർ 5 ആണ്. പിന്നെ ഓൾമോസ്റ്റ് 1 ഹവറോളം നമ്മൾ ട്രെയിൻ ഡിലേ ആയിരുന്നു. പിന്നെ നമ്മൾ ട്രെയിൻ ഓൾമോസ്റ്റ് എത്താറാവണ സമയത്ത് ഒരു രക്ഷയില്ലാത്ത മഴയും പെയ്തു. കൊച്ചിൻ്റെ അബദ്ധമാണ് നിന്റെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഏൽപ്പിച്ചത്. ട്രെയിൻ ബുക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ മണ്ണത്തരം കാണിക്കും. എന്താണോ കാണിച്ചത്? പൈസ ലാഭിക്കാൻ വേണ്ടി സ്ലീപ്പർ വെക്കും. എന്നിട്ട് അവൻ കൊണ്ടുപോയി ഇത് സെന്റിയുടെ പുറത്തിലാകുമ്പോ പോവും. സെന്റ് പറഞ്ഞവര് പോവും. എന്താണ് പൈസ എനിക്ക് അയച്ചേക്ക ഒന്ന് പോയ അടുത്തത് ട്രെയിൻ വരെ മേടിക്കാനുള്ള പൈസ ഉണ്ട്. പക്ഷെ എന്നാലും ലാഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഉച്ചയ്ക്ക് 2:15 സാധനം രാവിലെ 2:15 ബുക്ക് ചെയ്യുന്ന ആദ്യമായിട്ട് കേൾക്കണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞേ എനിക്ക് ഇതുവരെ സമയത്ത് തെറ്റിയിട്ടൊന്നുമില്ല. ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണേ. 200 രൂപ പോയല്ല, സങ്കടപ്പെട്ടിരിക്കണേ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ പറ്റണത്. സമയം നോക്കി, പക്ഷെ ഡേറ്റ് മാറി പോയിട്ടുണ്ട്. സമയം ആൾക്കാർ മാറിപ്പോകും. എന്നിട്ട് 150 രൂപ ലാഭിക്കാനായിട്ട് എന്താണ് ചെയ്തത്? അതിലും വലിയവരാണ്. മറ്റേ CC CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് AC തന്നെ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അതും കിടന്ന് 150 രൂപ വ്യത്യാസമുണ്ട്. അത് ലാഭിക്കാൻ വേണ്ടി ഇരുന്ന് എവിടെ നിന്നാ നോക്കണം? മുംബൈയിൽ നിന്ന് ഉച്ചവരെ. ഇവൻ 39 ഞങ്ങളിപ്പോൾ ട്രെയിനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള പരിപാടിയാണ്. കാണിച്ചുതരാം. നോക്ക് എവിടെ നിന്നാണ്? അതല്ലേ പറ. ഏതാണ് ആപ്പ്? ഫുഡ് ഓൺ ട്രാക്ക്. നോക്ക്, മാംഗ്ലൂർ ഞങ്ങളപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിള്ളേരൊക്കെ ഉണ്ട്. ആകാശം നമ്മളോട് കയറിയിട്ടുണ്ട്. AC 3rd ടയറിലാണ്. നമുക്കപ്പോൾ ബാത്റൂം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു നോക്കാം. ACയിലെ ബാത്റൂം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. സാധാരണ ട്രെയിനിലെ ബാത്റൂമൊക്കെ വൻ മോശമാണ്. ഇവിടുത്തെ ബാത്റൂം എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം എന്നത്. ഭയങ്കര ഹാർഡാണ്. കുഴപ്പമില്ല ഗൈസ്. എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. കുഴപ്പമില്ല. ഗ്യാസൊക്കെ ഉണ്ട്. മിററൊക്കെ ക്ലീനാണ് ഗൈസ്. പുതിയ അറിവ്
നമുക്ക് ഇന്ത്യനുണ്ട് യൂറോപ്യൻ ഉണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. ട്രെയിനിലെ മെയിൻ യാത്രക്കാരനാണ് ഇവൻ. ഞാൻ യൂറോപ്യൻ ക്ലോത്ത് കാണിച്ചുതരാം. ഇതാണ് അവൻ പറഞ്ഞ വെസ്റ്റേൺ സ്റ്റൈൽ. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, ഇതാണ് ട്രെയിനിലെ വെസ്റ്റേൺ ക്ലോസറ്റ്. അപ്പൊ ഇവിടെ വെസ്റ്റേണും ഇവിടെ ഇന്ത്യനും. യു ചൂസ് ഇന്ത്യൻ അല്ലേ? ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഫുഡ്. ഇപ്പൊ ട്രെയിൻ ഇപ്പൊ എടുക്കും. ഗൈസ്, നമ്മള് ഷൊർണൂരിന്ന് പതുക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. ആരും ഇങ്ങനെയൊന്നും യാത്ര ചെയ്യരുത്. ഞാൻ ജസ്റ്റ് വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഓപ്പറേഷൻ അറിയോ? ഗൈസ്, അടച്ച് കോച്ചം വണ്ടി 70-69. ഇതാണ് നമ്മുടെ സീറ്റ്. കംഫർട്ടബിൾ ആണ് ഗൈസ്. ആകാശനെ പൊക്കി ടിക്കറ്റ് ആകാശനെ പൊക്കി പൊക്കി ആകാശനെ പൊക്കി. ഇപ്പൊ റിച്ച് ആയതുകൊണ്ട് റെഡി ക്യാഷ് കൊടുക്കുകയാണ്. എല്ലാം സെയിമല്ല. ഗൈസ്, അങ്ങനെ ആകാശന് ഒഫീഷ്യലി ആകാശിന്റെ ഒരു സീറ്റ് ഇട്ടിരിക്കുകയാണ്. അതിന്റെ കഥ ഞങ്ങൾ പറഞ്ഞിരിക്കും വൈകാതെ തന്നെ. വീട്ടിൽ നിന്ന് പോയിട്ട് ഞങ്ങൾ പോണ ഗൈസ്. മുംബൈ ട്രിപ്പിലെ ആകാശിന്റെ മണ്ടത്തരം നമ്പർ 2. പറയണം വിശദമായിട്ട്. ആദ്യം ബുക്ക് ചെയ്ത് എന്തോ 300 രൂപ അടുത്ത് 350 രൂപ അടുത്ത് ബുക്ക് ചെയ്ത്. കുഴപ്പമില്ല, ഞാൻ സ്ലീപ്പറിൽ കിടന്നോളാം. ചോദിക്കണ്ടായിരുന്നു. ചോദിച്ചോണ്ട് ഞാൻ ചോദിച്ചു, ഇവനല്ലേ അയാൾക്ക് ഇപ്പൊ മനസ്സിലായി. അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവും. ഞാൻ ചോദിച്ചിട്ടില്ല, ഇവനാണ് സംഗതി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ രണ്ടുപേരും AC ബുക്ക് ചെയ്ത്. അപ്പൊ അവനോട് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവൻ പൈസ ലാഭിക്കാൻ വേണ്ടി ജനറൽ എടുത്തു. ജനറലിൽ 300 ജനറൽ എടുത്തു. നമുക്ക് ടിക്കറ്റ് എത്ര ഇരുന്ന് AC-ക്ക്? 1350 പറഞ്ഞു വന്നു വെച്ചുകഴിഞ്ഞാൽ സീറ്റ് പോയി. അതേ പറഞ്ഞുതരാം. ഞങ്ങളപ്പോ AC ബുക്ക് ചെയ്ത് ഞാനും ജോസഫും 1300 സംതിങ് രൂപയാണ് ഞങ്ങളുടെ ടിക്കറ്റ് ആയത്. അപ്പോൾ ഒരാൾ പൈസ ലാഭിക്കാൻ വേണ്ടി ജനറലിൽ 300 ചില രൂപ ബുക്ക് ചെയ്ത്. ആ മഹത് വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഞങ്ങളുടെ AC-യിൽ വന്ന് കുമ്മനടിച്ചിരിക്കുന്നു ഞാൻ. ടി പൊക്കി. പിന്നീട് നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചതാണ്. ചോദിക്കാണ്ട് യാത്ര ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ബുദ്ധിപരമായി അങ്ങോട്ട് പോയി സംസാരിച്ച് അപ്പൊ സംഭവം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായി ഇവൻ ജനറലാണ് വന്നെന്നുള്ളത്. അവസാനം 1100 ചില രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത്. ആ ടിക്കറ്റിൽ ഇപ്പൊ TT എന്ന് പറഞ്ഞ് ആ ടിക്കറ്റിലും ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരുമെന്ന്. അതായത് 1300 ടിക്കറ്റിന് ഇവൻ ഇപ്പൊ ഓൾമോസ്റ്റ് 1400 പ്ലസ് പേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സീറ്റ് പോലും ഇല്ല. ഞങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ. എന്താ ബുദ്ധിമാൻ. നമ്മ വിചാരിക്കുന്ന പോലെ നമുക്ക് കിട്ടിയെന്ന് വേണ്ടിയോ പിടിക്കുകയും ചെയ്യും. ഇവരുടെ മണ്ടത്തരമൊക്കെ കണ്ടു ഇപ്പോഴോ അന്ത്യം ഉണ്ടാവില്ല. ഞാൻ ബാക്കി ഫുഡിന്റെ സംഭവത്തിട്ട് വരാം. ഓൾമോസ്റ്റ് 3000 ചില രൂപ നമ്മൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവന്റെ ഒരൊറ്റ ശ്രദ്ധ കാരണം നമ്മൾ 3000 രൂപ വേസ്റ്റ് ആക്കി.
പറ മറുപടി പറ. ഓർത്തോ എഴുതി വെച്ചോ നീ. ഞാനുള്ള കണക്കില്ലേ എത്രയെന്ന് വെച്ചാ നീ കുറിച്ച് വെച്ചോ. ഞാൻ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളം വരുമ്പോ തന്നെ തരും നിനക്ക്. പലിശ സഹിതം കൂടി പറ. പലിശ സഹിതം. അപ്പൊ എത്ര കൊടുക്കും? പലിശ എത്ര കണക്ക് കൂട്ടാനൊന്നും പറ്റില്ല. കണക്കൂട്ട നിന്നാല് ഷിപ്പിലെടുത്ത് ഷിപ്പില് കണക്കല്ല കൂട്ടുണ്ട്. പിന്നെന്താ കൂട്ടണ്ട്? ഷിപ്പില് മാക്സ് ഇല്ല. പിന്നെന്താ ഉള്ളത്? വേറെ പലത് എന്തത് അതൊന്നുമില്ലടാ. ക്രഞ്ച് ക്രഞ്ച്. ഗൈസ് ഫുഡ് അടി വിത്ത് മാഡ് മാക്സിലെ അടുത്ത ഫുഡ് തേങ്ങ കൊണ്ടുവന്നത് ആപ്പിൾ ജ്യൂസ്. തുറന്നട തുറന്നു കൊടുക്കാൻ ഒരാള് എന്താണ് തുറന്നാൻ പിടിച്ചേ? കൊള്ളാം. ഹെൽത്തി. താങ്ക്സ് ടു ജോസഫ്. ഗൈസ് അപ്പോൾ നമ്മള് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങള് ഓർഡർ ചെയ്ത ഫുഡ് ഓർഡർ വരും. അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താണ് സാധനം എത്തി. ഇന്ന് രാത്രിയുള്ള ഭക്ഷണം ബിരിയാണി. ഏതാണാടാ? ഷെറീഫ് ബിരിയാണി. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇങ്ങനെയാണെങ്കിൽ പറ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ആവറേജ്. ഞാനൊന്ന് കഴിക്കട്ടെ. Early the next morning. Hello guys, good morning. ഗൈസ് ഇവിടെ ഫേസ് വാഷിന്റെ നിവ്യ ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ ഫേസ് വാഷ് സ്കിൻ കെയർ. രണ്ട് ഫേസ് വാഷ് ആണ് ഉള്ളത്. ആകാശ് നേരത്തെ കഴുകി സ്കിൻ കെയർ റെഡിയാക്കി. നമ്മളാകെ ഒരു പ്രാവശ്യം ഫേസ് വാഷ് ഇട്ട് കഴുകാറുള്ളൂ. ആദ്യം ഫേസ് വാഷ് ഇട്ട് മുഖം വാഷ് ചെയ്തതിനു ശേഷം പല്ല് തേക്കും. പല്ല് വെച്ചിട്ട് വീണ്ടും ഫേസ് വാഷ് ഇട്ട് ഒന്നുകൂടി കഴുകും. എന്തൊക്കെയാണ് നമ്മൾ ആ എക്യുപ്മെന്റ്സ് എന്തോ അതും ഹോസ്പിറ്റലിൽ നിന്ന് ചാമ്പിയ എക്യുപ്മെന്റ്സ്. അപ്പുറത്ത് ഫേസ് വാഷ്. അപ്പുറത്തെ മുഖത്തിലുണ്ടെന്നു ജോസഫ് ഫ്രം വൈപ്പിൻ. ക്ലീൻ ആയിട്ട് നടക്കണം എന്നുള്ളതാണ്. പ്രശ്നേഷ് ലൈറ്റ് ഫ്രം വൈപ്പിൻ. ഏത് ഗ്രിപ്പറ? എന്താണ് पेन कितना है? पेन एक का 30 है, दो का 50 आएगा. 100 वाला भी है, 50 वाला भी है. सस्ता वाला नहीं है? सस्ता वाला नहीं है? सस्ता वाला नहीं है. ये बहुत पैसा वाला है. 10 रुपए 20 रुपए वाला नहीं है? 20 का नहीं, 25 का है. एक काम करो, 100 दे. वापस आऊंगा ना चिपलून से, थोड़ा काम है. तुमको चाहिए? बारिश में कहीं भी लगा कर करना. रहना है आइसक्रीम में आइसक्रीम. Crazy pillars. अरे दिलुंदा പോത്തോല വളർന്നൊരു കൊച്ചാണ്.
ഇഷ്ടപ്പെട്ടോ? എത്ര വയസ്സായി? എത്ര വയസ്സായി? കാശ് കൊടുത്തോളാം. ഒരു ചായ കുടിക്കണം. പ്രകൃതി രമണീയമായ ഒരു റെയിൽവേ സ്റ്റേഷൻ, നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു മഴ, പിന്നെ ഒരു ചായ. പക്ഷേ വട്ട ചായയാണ്. ഞങ്ങളെത്തിയത് സംഗമേശ്വർ റോഡ്, അതാണ് ഈ സ്റ്റേഷൻ. നല്ല പ്രകൃതി രമണി, പ്രകൃതി രമണി. വെള്ളച്ചാട്ടല്ലോ ഏതോ ഓടേന്നോ പൊട്ടി വന്നതാണ്. മറ്റേ പാട്ടോട് പാടറ ചിറ പുഞ്ചി പുഞ്ചി മഴയത്ത് വഞ്ചി മഴയത്ത്. ചെറിയൊരു എന്ത് സാധനം പറഞ്ഞൂടാ, അറിയാവുന്നവര് കമന്റ് ചെയ്തേക്കും. അടിപൊളി പെശകയു. അല്ലേ ആരും അനുകരിക്കാൻ പാടില്ല. കാണിച്ചാണ് 11:50 നമ്മള് ചിപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ്. ഇനി നമ്മൾ ഓൾമോസ്റ്റ് മുംബൈയിലെത്താൻ 4 മണിയാവും. ഇനി നമുക്കൊരു 3-4 മണിക്കൂർ കൂടി യാത്രയുണ്ട്. ട്രെയിനിൽ കയറിയിട്ട് ബാക്കിയാണ്. തണുപ്പത്ത് നല്ല ക്ലൈമറ്റിലിരുന്ന് കാപ്പി കുടിക്കുന്ന ആൾക്കാർ. കാപ്പിയുടെ ചായയാണ് നല്ലത്. കാപ്പി മറ്റേ ഊളച്ചായനെക്കാട്ടി നല്ലതാണ്, എന്നാലും പോരാ. കാപ്പി വ്യൂ തേങ്ങ. 4 hours later. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് മുംബൈ എത്താറായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് റോഹയിലാണ്. ഇനി ഇതോട് ഒരു സ്റ്റോപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മുംബൈ എത്തും. സമയത്ത് ഏകദേശം ഇനിയൊരു 1.5 മണിക്കൂറല്ലേ, ഒരു 1.5 മണിക്കൂർ കൊണ്ട് മുംബൈ എത്തും. ഞാൻ മുംബൈ എത്തിയിട്ടായിരിക്കും ബാക്കി കാണിക്കണത്. ഞാൻ മുംബൈ എത്തിയിട്ട് വരാം. ഗൈസ് അങ്ങനെ ഞങ്ങള് എത്താറായി. അപ്പുറമാണ് ഗൈസ് അങ്ങനെ ഞങ്ങള് പനവേലിലെത്തി. പിന്നെ എവിടെ? ഓക്കെ. സോ ഗൈസ് അപ്പൊ നമ്മള് പൻവേലിലെത്തി. ഇനി ഇവിടുന്ന് നമുക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ലോണവാലയിലേക്കാണ് പോകണം. അപ്പൊ ലോണവാലയിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാണിച്ചു തരാം. ട്രെയിനിലാണ് ഇപ്പോഴും എത്താണുള്ളൂ. ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. ഓക്കെ ഗൈസ് അങ്ങനെ പനവേലിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പൻവേലിലെത്തിയിരിക്കുകയാണ്. ഇതാണ് പൻവേൽ സ്റ്റേഷൻ. ഞങ്ങൾ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്തു. സ്റ്റേഷനൊക്കെ അടിപൊളിയാണ്. നീണ്ട 24 മണിക്കൂർ പ്ലസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പൻവേൽ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ പൻവേലിൽ നിന്ന് ഇനി ലോണവാലയിലേക്കാണ് പോണത്. അതിനുമുമ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് കയറി, ഇവിടെ കേരള റെസ്റ്റോറൻറ്റാണ്. ഇവിടെ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ലോണവാലയിലേക്ക് പോകും. ഗൈസ് ഇവിടെ മെയിൻ സ്റ്റേഷൻ്റെ അപ്പുറം തന്നെ ലോക്കൽ സ്റ്റേഷൻ അല്ലേ? അതാണ് ലോക്കൽ സ്റ്റേഷൻ. ഇവിടെ മെയിൻ സ്റ്റേഷൻ വരുന്നു, അപ്പുറത്ത് ലോക്കൽ ട്രെയിൻസ് വരുന്നു. എന്താ സെറ്റപ്പ് ഗൈസ്. ഇതാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ലേ ലോക്കൽ സ്റ്റേഷൻ. നമ്മുടെ
ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കൊരു വലിയ സംഭവം ഉണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ലോക്കൽ ട്രെയിൻ. ഇതാണ് പൻവേൽ സ്റ്റേഷൻ്റെ എൻട്രൻസ്. അങ്ങനെ പൻവേലിൻ്റെ തെരുവുകളിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ഒരു ഓട്ടോ ഓടിച്ചത്തേനെ ഫുള്ളി ക്രൗഡാണ്. പിന്നെ അവിടെ ഗൈഡ് പോണ്ട് മുമ്പിൽ, ആകാശ് ദ ഗൈഡ്. പനവേൽ റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. അങ്ങനെ ഒരു സ്ട്രീറ്റ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ, പക്ഷേ നമുക്കിവിടെ കുറച്ചുകൂടി വൃത്തിയുണ്ട്. ഏതാണ് പോണടാ? ഞങ്ങളുടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് നോക്കിയാണ് പോണത്. ആ കണ്ട് ഗൈസ്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ പോണത്. അവിടെ പോയിട്ട് നമുക്ക് എടുക്കാം. ആ വിദൂരതയിൽ കാണുന്നതാണ് നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കേരള റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കേരള റെസ്റ്റോറൻറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ കേരള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞേക്കണത്, ഞാൻ ആദ്യം പറഞ്ഞത് പൊറോട്ടയും പിന്നെ നമ്മുടെ ബീഫാണ്. മുംബൈയിലോട്ട് പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവാണ്. നാട്ടിലെ വല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞുകൂടാ, കഴിച്ചിട്ട് ഞാൻ പറയാം. ജോസഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഫുൾ അല്ലേ? ബിരിയാണിയുടെ എക്സ്പെക്ടേഷൻ എന്താണ്? പൊറോട്ടയും ചിക്കൻ എങ്ങനെയുണ്ട്? പൊറോട്ടയും ബീഫും എങ്ങനെയുണ്ട്? അപ്പോൾ ഫുഡ് വരട്ടെ, ഫുഡ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പറഞ്ഞ പൊറോട്ട വന്നിട്ടുണ്ട്, ബീഫ് വന്നിട്ടുണ്ട്, പഴംപൊരി വന്നിട്ടുണ്ട്, ജോസഫിൻ്റെ ബിരിയാണി വന്നിട്ടുണ്ട്. കുറച്ച് ബീഫ് നമുക്ക് എടുത്ത് നോക്കാം. കുറച്ച് ബീഫും കിട്ടണില്ലല്ലോ. പൊറോട്ടയിൽ എടുത്തിട്ടുണ്ട്, ബീഫ് എടുത്തിട്ടുണ്ട്. ബിരിയാണി എങ്ങനെയുണ്ട്? കഴിച്ചേ എങ്ങനെയുണ്ട് ബിരിയാണി? ടേസ്റ്റ് ഉണ്ടോ? പൊറോട്ട ഓക്കെയാണ്. കുറച്ച് പഴംപൊരി എടുക്കാം. ബീഫ് നോക്കാം. പഴംപൊരിയും ബീഫ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കേരള റെസ്റ്റോറൻറ്റിലാണ്. കേരള റെസ്റ്റോറൻറ്റിലാണ്. പൻവേൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട. കുറച്ച് മുന്നോട്ട് തന്നെ നോക്കൂ. പൻവേൽ ഇറങ്ങാൻ റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു എന്ത് ഇതാണ് സായിബാബയുടെ ഒരു ടെമ്പിൾ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു ബോർഡും ഉണ്ട്, കേരള റെസ്റ്റോറൻറ്റ്. ഇതാണ് പുള്ളിയുടെ നമ്പർ. മലയാളികൾ നടത്തുന്ന നല്ലൊരു കേരള റെസ്റ്റോറൻറ്റ്. നമ്മൾ കഴിച്ചത് 6 പൊറോട്ട, 2 ബീഫ്, 3 പഴംപൊരി, ഒരു ബിരിയാണി. മൊത്തം കഴിച്ചിട്ട് 684 രൂപയായി. നിങ്ങൾ പൻവേലിൽ വന്നിട്ട് നല്ല പൊറോട്ടയും ബീഫൊക്കെ കഴിക്കണമെങ്കിൽ ഇലയിൽ വന്നാൽ മതി. നല്ല പൊറോട്ടയും ബീഫ് ആയിരുന്നു. പൊറോട്ട കുഴപ്പമില്ല, പൊറോട്ട അത്ര വലിയ ഗുണമില്ലെങ്കിലും ബീഫല്ലായിരുന്നു. അപ്പോൾ ശരി, ഞാനിപ്പോൾ യൂബർ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലോണവാലിലേക്ക് പോകണം. വണ്ടി വന്നിട്ട് അതിനെ കയറിയിട്ട് ബാക്കി മുംബൈയുടെ കാഴ്ചകൾ കാണിച്ചുതരാം. ഗൈസ്, മുംബൈയുടെ ഉൾത്തിരികളിലൂടെ ഞങ്ങൾ യൂബറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫും ആകാശൊക്കെ ഉണ്ട്. ഇതാണ് സ്ട്രീറ്റ്. तुम्हारा नाम क्या है? राम घाटगे बात है. അപ്പോൾ റാം ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. റാം ബാഡ് ആ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത് പൂനെ ടു മുംബൈ.
ഞാനിപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്തിട്ട് നല്ല വിഷ്വൽസ് ഒക്കെ വരുമ്പോൾ കാണിച്ചത് ഗൈസ്. പൻവേൽ ടു ലോവാലെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ബംഗളമാണ് രക്ഷയില്ലാത്തത്. ചെറിയൊരു മഴ, ചെറുതല്ല നല്ല വലിയൊരു മഴയാണ്. അപ്പം അതിൻ്റെ ഭംഗി കൂടിയായിട്ട് Two hours later. ഗൈസ്. അങ്ങനെ നമ്മളുടെ റിസോർട്ടിൻ്റെ സ്ഥലത്തെത്തി. ജുവൽ റിസോർട്ടിലാണ് നമ്മൾ എത്തിയത്. അകത്തേക്ക് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഈ വണ്ടി സെറ്റിൽ തൊട്ടെ. ഇതാണ് ജുവൽ റിസോർട്ട്. ഇതല്ലേ ഗൈസ്. ഞങ്ങളങ്ങനെ ജുവൽ സ്ട്രീറ്റിൽ നിന്ന് മാറി ഞാൻ ഞങ്ങളിപ്പോൾ ട്രീ പോലെ വന്നേക്കണം. ഞാൻ ലിഫ്റ്റ് മോളിൽ ചെന്നിട്ട് ബാക്കി റൂമിൽ ചെന്ന് കാണിച്ചു തരാം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ജുവൽ സ്ട്രീറ്റിൽ നിന്ന് റൂം മാറി. ഞാനും ജോസഫും നമ്മളിപ്പോൾ എവിടെയാണ്? ട്രീബോയാ? ഓക്കെ, നമ്മളിപ്പോൾ ട്രീബോ റവന്യൂ റിസോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂം ടൂർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് റൂം. ഒരു ടി വി ഉണ്ട്, ഒരു സിറ്റ് ഔട്ട്, ഒരു കൗച്ച് ഉണ്ട്, ടി വി ഉണ്ട്, ബെഡ്, പിന്നെ ഒരു ബാൽക്കണിയും ഉണ്ട്. കൊള്ളാം ഗൈസ്. ഞാൻ ബാത്റൂം കാണിച്ചിട്ടില്ലല്ലോ. ബാത്റൂം കാണിച്ചില്ല. ഇതാണ് നമ്മുടെ ബാത്റൂം. വന്നിട്ട് ബാത്റൂം ഒരു കുഴപ്പമില്ല ഗൈസ്, ഒരു ഡീസൻ്റ് ഗൈസ്. അപ്പോൾ ഫ്രഷായി ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ നൂഡിൽസാണത്. ഞാനപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് സുഖോട്ട് വേണം പറയണം. അതിനുമുമ്പ് ഇന്ന് റയൽ മാഡ്രിഡ് വേഴ്സസ് PSG കളിയുണ്ട്. കഴിച്ചിട്ട് സുഖോട്ട് കുറച്ച് നേരം കിടന്നിട്ട് ആ കളിയും കണ്ടിട്ട് പിന്നെ ഞാൻ ഉറങ്ങും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നാളെ രാവിലത്തെ വിശ്വരായിരിക്കും. അപ്പോൾ ഗൈസ്, ഗുഡ് ഡേ. എല്ലാവർക്കും ബൈ.